ശരത്, ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് നേരെ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള ഇന്ത്യയുടെ ഒരു ശത്രുരാജ്യത്തിന് പകരമായി തുർക്കി ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ചർച്ചയിലേക്ക് വരികയാണ്. പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ള പല ഡ്രോണുകൾ, എനിക്കൊന്ന് 300 മുതൽ 400 വരെ ഡ്രോണുകളൊക്കെ തുർക്കി നിർമ്മിതമാണ് എന്നൊരു കാര്യം വരുന്നു. ഇന്ത്യ അത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഒബ്സർവ് ചെയ്തിരുന്ന ഒരു കാര്യം, ഒരു ഷിഫ്റ്റ് വന്നത് ശത്രു ആരാണ് എന്നുള്ളൊരു ചോദ്യം. അതെ, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളും കണക്ട് ആകുമ്പോഴാണ് തുർക്കിയുടെ ഇതിലുള്ള റോള് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം മുതലേ തന്നെ സൈലന്റ് ആയി നിൽക്കുന്നു. ഈ ഒരു ആക്രമണം വന്നപ്പോൾ പോലും തുർക്കിയുടെ പേര് എവിടെയും വരുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ ഡ്രോണുകളുടെ കാര്യം, അതും തുർക്കിയുടെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും ഫോറൻസിക് റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് അറിയുന്നത്. അതുവരെ പാകിസ്ഥാന്റെ ആണ് അല്ലെങ്കിൽ ചൈനയുടെ ആണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മൾ. കൂടുതൽ പരിശോധന വന്നപ്പോഴാണ് തുർക്കിയുടെ ആണെന്ന്. എന്തുകൊണ്ട് അവരത് മനഃപൂർവ്വം അത് അറിയിച്ചിട്ടില്ല? നമ്മൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു ഇതിനകത്തൊരു ഇവരുടെ ഇടപെടലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം പല കാര്യങ്ങളും കണക്ട് ആക്കിയപ്പോൾ മനസ്സിലായത്, ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്ക് നടന്നതിന്റെ അന്ന് ഷഹബാസ് ഷെരീഫ് അടക്കം തുർക്കിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ മെയ് 5-ാം തീയതി ആയിരുന്നു ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം മെയ് 5-ാം തീയതി വന്നപ്പോൾ തന്നെ ഒരു സബ്മറൈന് കറാച്ചി തുറമുഖത്ത് തുർക്കിയുടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ഏപ്രിൽ 27-ന് ഐ തിങ്ക് C-130 എന്ന് പറഞ്ഞ ഹെർക്കുലിസ് എന്ന് പറഞ്ഞൊരു യുദ്ധവിമാനം കറാച്ചി എയർപോർട്ടിൽ തുർക്കിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ തുർക്കി ഇതിനകത്ത് ഒരു മൗനസമ്മതം മൂളുകയാണോ ഈ ഒരു ഇടപെടൽ ഉണ്ടായെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയൊരു ഭൂകമ്പം ഉണ്ടായൊരു സമയത്ത് തുർക്കിക്ക് ഇന്ത്യ കൈയച്ച് സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. കേരളം നമുക്കറിയാം കമ്മി 10 കോടി രൂപ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ സഹായിച്ചൊരു രാഷ്ട്രത്തിന് എന്തുകൊണ്ട് ഇതെന്നൊരു ചോദ്യം എൻ്റെ തലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കുറച്ച് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രം സത്യത്തിൽ ഈ ക്രിസ്തു മതത്തിന്റെ ആരംഭം ആയിട്ടുള്ള ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാരുടെ ഒരു ആസ്ഥാന കേന്ദ്രമായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തിന് ഒരു ഇസ്ലാമികവൽക്കരണം, ഞാനതൊരു മുസ്ലിങ്ങളല്ല പറയുന്നത്, അതിനൊരു ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഒരു കാര്യമുണ്ട്. ശരത്ത് ചിലപ്പോൾ നമ്മളൊക്കെ ഈ ജേർണലിസ്റ്റുകളാകുമ്പോൾ ഈ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഹാഗിയ സോഫിയ പണ്ടത്തെ വലിയ പുരാതനപരമായുള്ള ക്രിസ്ത്യൻ പള്ളിയാണ്. ഈ ഹാഗിയ സോഫിയനെ ഈ തുർക്കി റിപ്പബ്ലിക് ആവുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അത്താതുർക്ക് എന്ന് പറയുന്ന ആൾ അവിടെ ഒരു വലിയ ചരിത്ര സ്മാരകമാക്കി. ഈ 97% തുർക്കിയിലെ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പം ഈ എർദോഗൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ നേതാവ് അധികാരത്തിലേറിയ സമയത്ത് ഈ ജനപിന്തുണ കുറയുന്ന ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കാൻ പറ്റുന്ന നല്ല കാർഡ് കമ്മ്യൂണൽ കാർഡ് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഹാഗിയ സോഫിയനെയൊക്കെ ആ മ്യൂസിയം ആയിരുന്നതിനെയൊക്കെ മാറ്റി അതിനൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെപ്പനൈസ് ചെയ്യുക, അത് വെച്ചിട്ടുള്ളൊരു ബെൽറ്റ് രൂപീകരിക്കുക എന്നുള്ളൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിൽ അവർക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അത് മാത്രമല്ല, ഈ 2019 എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ കൊലാലംപൂരിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി. അതിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സൗദിനെയൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ സൗദി ഇല്ല. കാര്യം സൗദിനെ മാറ്റി നിർത്തിക്കൊണ്ട് തുർക്കി, അസർബൈജാൻ, അതുപോലെ തന്നെ മലേഷ്യ, അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ എടുത്തു വെച്ചിട്ടുള്ളൊരു ബെൽറ്റ് രൂപീകരിക്കുക. സൊമാലിയയിൽ ഇപ്പോൾ തുർക്കിക്കൊരു സൈനിക ബേസ്മെന്റ് അവർ പണിയുന്നു. അതുപോലെ തന്നെ ഇസ്ലാമാബാദിൽ ഈ എർദോഗൻ വന്ന സമയത്ത് ഒരു ചുവന്ന പരവതാനിയിൽ 21 സൈനിക, അവരുടെ എന്തൊക്കെയോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സൈനിക പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഹിസ്റ്റോറിക്കൽ ഒരു പെർസ്പെക്റ്റീവ് പ്ലസ് ഇവർക്കുണ്ടാവുന്ന ഒരു ഇസ്ലാമിക, അതായത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക് വെപ്പണൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ രീതി ഉണ്ടല്ലോ, അതുകൂടെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ തുർക്കി സൈലന്റ് ആവുകയും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പറയുന്ന ഫോറൻസിക് എവിഡൻസ് ഒക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്റ്റൻഷൻ എന്ന രീതിയിലായിരിക്കാം ഇത് വന്നിട്ടുണ്ടാവുക അല്ലേ. ഇതിനകത്ത് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, എർദോഗാന്റെ ഒരു രീതി. എനിക്ക് തോന്നുന്നു തുർക്കിയുടെ തലസ്ഥാനം അങ്കാറയാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു അങ്കാറിയൻ രീതിയുണ്ട്. അതായത് ഈ അധിനിവേശം വന്നതിന് ശേഷം ഈ ഒരു അസർബൈജാനല്ല ഈ അർമേനിയ ഒക്കെ, അർമേനിയ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 30 ലക്ഷം ജനസംഖ്യയിൽ ഏതാണ്ട് 95% ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ അവിടെ അതിനെ ഇപ്പം ഇടിച്ചു കയറിയതിനു ശേഷം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എർദോഗാൻ കുറെ പ്ലാനുകൾ മെയിൻ ചെയ്യുന്നു. പക്ഷെ അവിടെ മതക്കാർഡ് എടുത്തിട്ട് പോലും അവിടെ വർക്കൗട്ട് ആവുന്നില്ല. സ്വാഭാവികമായിട്ടും അടുത്ത ചിന്ത പാകിസ്ഥാനെ കൂട്ടുപിടിക്കാം, അതുവഴി ഒരു നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനോട് ചേർന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടത്താം, മാത്രമല്ല ഒരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. പാകിസ്ഥാൻ എളുപ്പമാണല്ലോ. ഇപ്പം നമുക്ക്
ഒറ്റ അതെ തീവ്രവാദത്തിന് ഫണ്ടിങ് ഒക്കെ നടക്കുന്ന നമുക്ക് പച്ചയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം കൂടി എർദോഗാന് ഉണ്ടാവും. എർദോഗാന് മുമ്പ് വരെ നമുക്കറിയാം തുർക്കി എന്ന് പറയുമ്പോൾ നമ്മളൊരു മതനിരപേക്ഷ രാജ്യമെന്ന രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഇസ്ലാമികമാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതല്ല ഒരു ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുന്ന ഒരു പേടി കൂടി തന്നെ പറയാം. അതായത് സൗദിയുടെ ഒരു നിഷ്പക്ഷത അതിനകത്ത് എടുത്ത് പറയണം. അതും കൂടെ വരുമ്പോഴാണ് അത് സൗദിക്ക് അറിയാം. നമുക്കറിയാം സൗദിയെ പോലെ ഒരു രാഷ്ട്രം പൂർണ്ണമായി ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ പോലും അവർ 2030 വിഷനൊക്കെ വെച്ച് കുറച്ചും കൂടി എന്താ പറയുക മതത്തെ ഒരു പ്രൈവറ്റ് കാര്യമാക്കി അവർക്ക് കുറച്ചുകൂടെ വരുമാനം, അതായത് ഓയിൽ അല്ലാത്ത ഒരു കുറച്ച് വരുമാനം അവർക്ക് വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി മതനിരപേക്ഷമാവുന്ന ജനാധിപത്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും നമുക്ക് അറബ് കൺട്രീസ് നമുക്ക് അത് നോക്കണം. കായികത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല ഖത്തർ അടക്കം ലോകകപ്പ് വരെ നടത്തി. സൗദിയുടെ വിഷൻ 2050 അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് അടുത്ത് വരാൻ പോകുന്നു, 2035 കൊണ്ട് വരാൻ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവർ അവരുടെ കാര്യം നോക്കി പോവുകയാണ്. മാത്രമല്ല ഈ സൗദിയിലേക്ക് പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് പഹൽഗാം അറ്റാക്ക് നടക്കുന്നത്. അതായത് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകരുത്, അത് ഇവർക്കൊരു ബാധ്യതയാവുകയാണ്. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവുകയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു പശ്ചാത്തലം നിൽക്കുകയും ആൻഡ് ഓൾസോ ഇതിലെടുത്ത് പറയേണ്ട കാര്യമാണ് മോദിയുടെ ഒരു വരവും. അതായത് നമ്മുടെ ഒരു ഡിഫൻസിൽ നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്ന പണ്ട് ഇപ്പൊ മുംബൈ ഭീകരാക്രമണമൊക്കെ നടന്ന സമയത്ത് AK ആന്റണി ആയിരുന്നു പ്രധാനമന്ത്രി. നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ അറ്റാക്കിലെല്ലാം ഇന്ത്യ തിരിച്ചു അറ്റാക്ക് ചെയ്യുന്ന ഒരു ഒഫൻസീവ് മോഡിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട്. അപ്പം അതിനെ ഒന്ന് സൈലന്റ് ആക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ഭീഷണിയാണ് എന്നിവർക്ക് മനസ്സിലായതിൻ്റെ ഒരു ഭാഗം കൂടി. അറിയാം സൗദി ഇന്ത്യ ഒരു ബന്ധം വരിക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. അപ്പം ആ ഒരു കാര്യം കൂടി ഉണ്ട്. മാത്രമല്ല നമ്മൾ അതിനകത്ത് ഈ തുർക്കിയെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്നൊരു കാര്യമാണ് അസർബൈജാൻ. അസർബൈജാനിലേക്ക് ഒരു വലിയ എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻ വരുന്നൊരു കാര്യം. പക്ഷേ അസർബൈജാൻ ഒരുപാട് ഓയിൽ നിക്ഷേപമുണ്ട്. അപ്പം പണമുണ്ട്, അതായത് ഓയിൽ ഉണ്ടെങ്കിൽ പണം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ഒരു അസർബൈജാനെ കൂടെ കൂട്ടുപിടിക്കുക. ആൻഡ് ഇപ്പുറത്ത് അർമേനിയനെ ഇന്ത്യ സഹായിക്കും എന്നുള്ളൊരു ഒരു മനസ്സിലാക്കൽ വരുന്നത്. അപ്പം ഇന്ത്യനെ വെട്ടാനുള്ളൊരു രീതി കൂടി ആയിരിക്കുമോ ഇപ്പോൾ പാകിസ്ഥാനെ വെച്ചുകൊണ്ടുള്ള ഒരു? ഇന്ത്യക്ക് ഈ കാര്യം പക്ഷെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഈ വെട്ടാനുള്ള പ്ലാനാണെന്ന് മനസ്സിലാക്കിയാകണം മോദി സർക്കാർ നടത്തിയ കുറേ പരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ അർമേനിയെ കുറച്ചുകൂടി നമ്മളിപ്പോൾ എന്താ പറയുകയാണ് ഈ ഒരു ആയുധ ആ ഒരു ഇതിനകത്ത് വലിയൊരു ഫ്രണ്ട്ലി ഒരു ടോക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മിസൈലുകൾ അർമേനിയയ്ക്ക് നൽകാൻ പോകുന്നു. 2ാം ബാച്ച് അഗ്നി 1 മിസൈലുകൾ ഇതാ സജ്ജമായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്, വെളിപ്പെടുത്തലുണ്ടായി കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് അവർക്ക് കൃത്യമായ മറുപടി ഇന്ത്യയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഗ്നി 1 മിസൈലുകൾ എന്ന് പറയുന്ന ചില്ലറ കാര്യമില്ല. നമുക്ക് അഗ്നി 5 ഇന്ത്യയിലുണ്ട്. ഇപ്പൊ നേരത്തെ പറയുന്നത് അഗ്നി 5 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 4625 കിലോമീറ്ററിന്റെ ദൂരപരിധിയാണ് ഇന്ത്യയിൽ നിന്ന് ടർക്കിയിലേക്കുള്ളത്. ഇതെല്ലാം നിമിഷ നേരം കൂടിപ്പോയ ഒരു 6 മിനിറ്റ് കൊണ്ട് ഇന്ത്യയുടെ മിസൈലുകൾ ടർക്കിയിലെത്തും. അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ട് ഇന്ത്യ നടത്തുന്ന കുറച്ച് പ്ലാനുകളുണ്ട്. ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ നമുക്കൊരു ഭീഷണിയല്ല, തുർക്കി ഒട്ടുമേ ഭീഷണിയല്ല, ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. മാത്രമല്ല ഇന്ത്യ വ്യാപാര തലത്തിൽ പോലും തുർക്കിയുമായിട്ടൊരു ഒരു അകൽച്ച ഇപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞു. ടൂറിസത്തിലായാലും അതുപോലെ തന്നെ ഇറക്കുമതി കാര്യങ്ങളിലായാലും എല്ലാം തന്നെ ഇന്ത്യ അവരുടെ ശക്തമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഇതിലൂടെ തന്നെ തുർക്കിക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്, ഇന്ത്യക്കല്ല. അപ്പം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇന്ത്യ ഓൾറെഡി നൽകി കഴിഞ്ഞു. അപ്പോൾ ഇനി അതുപോലെ പരസ്യമായിട്ട് പറയുന്നത് തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു രാജ്യമായാലും അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു ഉറപ്പാണ്. അത് പറയാതെ പറയും. കാരണം ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനെതിരെ ഇന്ത്യക്ക് വെല്ലുവിളിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. മാത്രമല്ല ഒരു കാര്യമില്ലാതെ ഈ അഗ്നി 1 മിസൈലിന്റെ ഒരു കൊടുക്കുന്ന കാര്യം ഒരു ട്വീറ്റിലൂടെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതിലൂടെ തന്നെ ഒരു മുന്നറിയിപ്പ്. അത് മറ്റൊരു നമ്മൾ പറയും ഇന്ത്യ എല്ലാം ബുദ്ധിപരമായിട്ടും പക്വമായിട്ടുമാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതിലൂടെ തന്നെ എല്ലാവർക്കും മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. പാകിസ്ഥാനായാലും ശരി തന്നെ ഇപ്പോൾ പറയുന്ന ഇവർക്കായാലും ശരി എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല ഒരു ചൈനയുടെ ഒരു റോൾ, അതായത് ചൈന കൊടുത്ത വെപ്പൺസ് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം അമ്പെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. അപ്പം അവരുടെ പണം കൊടുത്തോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി പാകിസ്ഥാൻ അവരുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെയായിരുന്നു, ചൈന ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെയാണ് പാകിസ്ഥാന് കൊടുത്തത്. അത് ഇന്ത്യ നിലംപരിശാക്കി. അപ്പോൾ അതായത് ഇന്ത്യ ഈ ഒരു റീജിയണിൽ ഇന്ത്യയുടെ ഒരു മേൽക്കോയ്മ വരിക എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ചൈനയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ അച്ചുതണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്ന തുർക്കിക്കും അർമേനിയയ്ക്കും അസർബൈജാനും പാകിസ്ഥാനും ഒന്നും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെഞ്ചിടിപ്പ് കൂടുന്ന സമയത്ത് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കണം. മാത്രമല്ല ശരത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പം ഇൻ്റലിജൻസ് വീഴ്ച എന്ന രീതി പറയുമ്പോൾ
എത്രയോ എണ്ണങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെ. അതിൽ ഒന്ന് സംഭവിച്ചു പോയി, സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. മാത്രമല്ല സൗദിയിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു. മാത്രമല്ല പഹൽഗാമിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കുള്ളിൽ ഒരു കലാപം ഉണ്ടാകുമെന്നും പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് പേരുണ്ടാകുമെന്നും അല്ലെങ്കിൽ കുറച്ചൊരു കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്പ്ലിറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് ഇന്ത്യക്കാരോടുള്ള വലിയൊരു ഇതെന്ന് വെച്ചാൽ, ഒന്ന് പരിപൂർണമായി പ്രധാനമന്ത്രി അല്ലെങ്കിൽ നയിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഒരു ഇന്ത്യൻ ജനതയാണ് നമ്മൾ കാണുന്നത്. അതിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇപ്പം അവന്മാർ കുറച്ച് ബഹളമൊക്കെ വെക്കുന്നുണ്ടാകും. അതുപോട്ടെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് സമയത്ത് ഈവൻ കേരളത്തിൽ നിന്നുള്ള ഞാൻ പിണറായി വിജയന്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്ക്ഡ് ആയിരുന്നു. ഇത് എന്തുകൊണ്ട് ഇത് കൂടുതൽ ക്യാമ്പുകൾ തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ്, അതായത് പൂർണ്ണമായിട്ടൊരു പിന്തുണ. ആ പിന്തുണ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാണ് എന്നും ഞങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല കശ്മീർ ജനത, ഞാൻ പറഞ്ഞ കശ്മീർ ജനതയിൽ ലോക്കൽസ് ഒക്കെ ഒരുപാട് പേര് പഹൽഗാം ഭീകരരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു ഏകോപനം അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഒരു വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ജനതയെ കണ്ടു. ഇതവർ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അവർ ശബ്ദത്തിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, അവിടെ ഒരു ബഹളം ഉണ്ടാക്കുക, ഇതിൻ്റെ മറവിൽ കുറച്ചുകൂടി ടെററിസം വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയം. സത്യത്തിൽ അതൊരു മനോഹരമായ ഒരു കാര്യമായിരുന്നില്ലേ? ശരത് അത് ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയിട്ടില്ലേ എന്തു ഭംഗിയായാണ് ഇന്ത്യൻ ജനത പൂർണ്ണമായ അർത്ഥത്തിൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ജനതയെക്കാളും നമുക്ക് സത്യം പറയാനകത്ത് മനസ്സിലാക്കേണ്ടത് ആദ്യം ഇതിനകത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടായ പ്രതികരണം. നമ്മളെപ്പോഴും എല്ലാ കാലവും അതിനകത്തൊരു ഒരു ഒഫൻസീവ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവർ ഐക്യത്തോടെ നിന്നു. മാത്രമല്ല ഇന്ത്യക്കാർ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആയെന്ന് പറയാൻ മറ്റൊരു കാരണം, ഈ തുർക്കിയുടെ വിഷയം വന്നപ്പോൾ തന്നെ ഒരു ആപ്പിൾ കർഷകരൊക്കെ വന്നിട്ട് പറഞ്ഞു, പാകിസ്ഥാനിൽ അല്ലെ തുർക്കിയിൽ നിന്ന് ഇറക്കുന്ന ഒരു ഇതാണ് എത്രയോ 1.5 ലക്ഷം ടൺ ആപ്പിളുകളാണ് എന്തോ വർഷം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ബിസിനസ്സാണ് അതിനകത്ത് നടക്കുന്നത്. ഇവരെല്ലാം കൂടെ ഏകോപിപ്പിച്ച കശ്മീരിലുള്ള ആളുകൾ തന്നെയാണ് നേരിട്ടിറങ്ങുന്നത്. അതുപോലെ തന്നെ കശ്മീരി ജനതയാണ് ഇതിനകത്ത് വൈകാര്യമായിട്ട് കുറച്ചുകൂടി ഇടപെട്ടത്. തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്ന് അത്രയും തീവ്രമായിട്ട് ചിന്തിച്ച കശ്മീരി ജനതയെ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറെ പേര് സംശയിച്ചെങ്കിൽ പോലും കശ്മീരി ജനത അങ്ങനെയല്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യയിലൂടെയാണ്. ഇപ്പൊ അതായത് അവർക്ക് ടൂറിസം വളർന്നത് ഇന്ത്യയിലൂടെയാണ്. ജീവിക്കാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, വെടിയുച്ചകൾ കേൾക്കാതെ രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയും കൂടെ ഉള്ളതുകൊണ്ടാണ് അവിടെ അവർ വന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ കൊടുത്ത നേട്ടം, ഇന്ത്യ പറഞ്ഞല്ല പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരുന്നുവെങ്കിൽ പോലും ഇത് പ്രവർത്തിക്കുക, ഈ രീതി ഒരുപക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തിയേക്കാം. ഇപ്പോൾ ഒരുപാട് അസർബൈജാനിലേക്ക് പോകാനിരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. വലിയ നഷ്ടം, കനത്ത നഷ്ടമാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ആയുധ സഹായം വലിയ രീതിയിൽ അർമേനിയക്ക് ഇന്ത്യ നൽകുന്നതിലൂടെ വരുന്നത് കൃത്യമായ മറുപടിയാണ്. അർമേനിയ നമുക്ക് പറയാം അതിന് ഈ തുർക്കിയുമായിട്ട് ഒരു എതിര് നിൽക്കുന്ന രാജ്യം കൂടിയാണ്. അപ്പോൾ എങ്ങനെയും അർമേനിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എർദോഗാൻ ഒരു ഭീഷണിയായിരിക്കും ഇനി ഇന്ത്യ. ഇനി ഇന്ത്യയെ കടന്ന് വേണം എർദോഗാനെ എന്ത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും തീരുമാനിക്കും. ഇന്ത്യയെ മറികടന്നിട്ട് വേണം. അങ്ങനെ ആയതിന്റെ ഫലമാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും അല്ല, ഇനി അവരെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയോടൊപ്പം ഇന്ത്യ മാത്രമല്ല ഇന്ന് സമൂഹത്തിലുള്ള, ഇന്ത്യ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ പോലും ഇറങ്ങുന്നതെല്ലാം നമുക്കറിയാം വൻ ശക്തികളാണ്. ഇസ്രായേൽ ആയാലും US ആയാലും അങ്ങനെ റഷ്യ ആയാലും എല്ലാം ഇന്ത്യയോടൊപ്പം ഉണ്ട്. ലോകശക്തികൾ ഇന്ത്യക്കൊപ്പം ഉണ്ട്, അതിനൊപ്പം ലോകശക്തിയാണ് ഇന്ത്യയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അപ്പം ടർക്കിക്ക് ഒരു കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല എത്രയൊക്കെ ഒരു മതം വെച്ചിട്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലും ഒരിക്കലും നമ്മളോട് പിടിച്ചു നിൽക്കാൻ, ഇത്രയും വലിയ വൻ ശക്തികളോട് പിടിച്ചു നിൽക്കാൻ ആയുധം കൊണ്ടോ ആൾബലം കൊണ്ടോ അവർക്ക് പറ്റില്ല. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. നയതന്ത്ര വിജയം കൂടിയല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇന്ന് കൊണ്ട് സെറ്റാക്കിയതല്ല. നേരത്തെ ഒരു വിഷൻ ഉണ്ടായി. 2014 ശേഷമുള്ള ഇന്ത്യ എങ്ങനെ, 2014 മുൻപുള്ള ഇന്ത്യ എങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ പൊളിറ്റിക്സ് പറയുകയല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൃഢമാണെങ്കിൽ അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാകും. അതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് പൂർണ്ണമായ സപ്പോർട്ട് തരുന്നു. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലേക്ക് ഇത് റേസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇന്ന്. പക്ഷേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസ് അതിനെ ഏത് തരത്തിൽ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നാൽ പോലും ഇന്ത്യ ഒന്നും ബാധിക്കാത്ത തരത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നൊരു മനോഹരമായ കാര്യം. പ്രത്യേകിച്ച് ഇസ്രായേലെ പോലുള്ള രാഷ്ട്രങ്ങൾ പൂർണ്ണമായ പിന്തുണ തരുന്നു. അമേരിക്കയുടെ നിലപാടിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ അത് ഇന്ത്യക്കൊപ്പമായിരിക്കും. കാര്യം അങ്ങനെയാണ് ഇത്രയും നാളുള്ള ചരിത്രം. മാത്രമല്ല ടെററിസത്തിനെതിരെ അമേരിക്ക എല്ലായ്പ്പോഴും ഒരു നിലപാടുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇസ്രായേലിന്റെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഹമാസ് ആണ് അവരുടെ ഏറ്റവും വലിയ തലവേദന അല്ലെങ്കിൽ ശല്യം എന്ന് പറയാം.
ഈ ഹമാസി രീതി തന്നെ പാകിസ്ഥാനിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ചർച്ചകൾ വരുന്നു. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഇന്ത്യയോടൊപ്പം മാത്രമല്ല ഹമാസിനെ ഭീകര ലിസ്റ്റിൽ പെടുത്തണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ. അതെ അതെ. അപ്പം ഈ സ്വാധീനമെല്ലാം അല്ല, അതുപോലെ തന്നെ ഇവിടെ കൊലപ്പെടുത്തിയ രീതികൾ, ഈ ഒരു സവിശേഷമായ ദിനം, ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ ഹമാസി രീതി വ്യക്തമാണ് ഇതിനകത്ത് തിരിച്ചടിക്കുന്ന രീതി. മാത്രമല്ല ഏതാണ്ട് ഒരു ഭൂകമ്പം പോലും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 2023-24 ഏപ്രിൽ ഒക്ടോബർ സമയത്തെ ഒരു ചെറിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്തുണ്ടായ ഒരു ഭൂകമ്പം നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇറാനിലുണ്ടായ ഭൂകമ്പം അതിന് സമാനമായിട്ടായിരുന്നു ഇവിടെയും ഒരു ഭൂകമ്പം, പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, അതിനുശേഷം അത് ആണവ പരീക്ഷണമാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു ഹമാസി രീതികളെല്ലാം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്, ഹമാസിന്റെ കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇതിനകത്ത് നിൽക്കുന്ന, അതുപോലെ തന്നെ റഷ്യ അടക്കമുള്ള അവരുടെ സഹായം, ഈ അമേരിക്ക അടക്കമുള്ളവരുടെ ഇടപെടൽ, അമേരിക്ക എന്തായാലും പരസ്യമായിട്ട് എന്തായാലും ഇന്ത്യ തള്ളി പറയുന്നത്, കാരണം ഭീകരവാദത്തിനെതിരെന്ന് പറയുന്നുണ്ട്, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വെച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയും കൂടെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയി എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ഇത് ചർച്ച ചെയ്യുന്ന കോൺഫിഡൻസ് വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. താങ്ക് യു.